ഓം ശ്രീ സായിരാം. ബാലകഥാമൃതധാരയിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. ശ്രീ ബാലസായി ദിവ്യ ലീലകൾ ഭാഗം 1. ധന്യയായ പുട്ടപ്പർത്തി. പ്രിയപ്പെട്ട കുട്ടികളെ, പ്രേമസ്വരൂപനായ ഭഗവാൻ ശ്രീ സത്യസായി ബാബയുടെ 100ാമത്തെ ജന്മദിനമാണ് നവംബർ 23, 2025 നാം ആഘോഷിക്കാൻ പോകുന്നത്. നമുക്ക് ബാലസായിയുടെ ദിവ്യ ലീലകളെ കുറിച്ച് കേട്ടാലോ? കോടാനുകോടി ജനങ്ങൾ ലോകമെങ്ങും സ്വാമിയെ ഈശ്വരനായി കണ്ട് ആരാധിക്കുന്നു, അനുഗ്രഹം നേടുന്നു. ശിവശക്തി സ്വരൂപനായിട്ടാണ് ഭഗവാൻ അവതരിച്ചത്. എവിടെയാണെന്നറിയാമോ? പുട്ടപ്പർത്തി എന്ന ഒരു കുഗ്രാമത്തിലാണ് ഭഗവാൻ ജനിച്ചത്. എവിടെയാണ് പുട്ടപ്പർത്തി? ആന്ധ്രാപ്രദേശിലെ റായൽസീമയിൽ മാമലകളുടെ താഴ്വരയിൽ ശാന്തമായി ഒഴുകുന്ന ചിത്രാവതി നദിയുണ്ട്. അതിൻ്റെ കരയിൽ ഒരു കൊച്ചു ഗ്രാമം. ആ ഗ്രാമത്തിൻ്റെ പേരായിരുന്നു ഗോലാപ്പള്ളി. എന്ന് വെച്ചാൽ പശുക്കളെ വളർത്തുന്ന ഗോപാലന്മാരുടെ ഗ്രാമം. കുന്നിൻ ചെരുവുകളിലും പുൽമേടുകളിലും മേഞ്ഞു നടക്കുന്ന പശുക്കൾ വൈകുന്നേരമാകുമ്പോൾ ഗ്രാമത്തിൽ മടങ്ങിയെത്തും. കുഗ്രാമമായിരുന്നുവെങ്കിലും ഐശ്വര്യ സമൃദ്ധമായിരുന്നു ഗോലാപ്പള്ളി. ഒരു ദിവസം മടങ്ങി വന്ന തൻ്റെ പശുവിനെ കറക്കാൻ നോക്കുമ്പോൾ അവിട്ടിൽ തീരെ പാലില്ല. അയാൾക്ക് ആശ്ചര്യമായി. ആരാണ് പുൽമേട്ടിൽ ചെന്ന് പശുവിൻ്റെ പാല് കട്ടെടുക്കുന്നത്? അതൊന്ന് കണ്ടുപിടിച്ചിട്ട് തന്നെ കാര്യം എന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം പിറ്റേ ദിവസം പശുവിൻ്റെ പുറകെ പോയി. തൻ്റെ പശു ഒരു സർപ്പപ്പുറ്റിന് മുകളിൽ ചെന്ന് നിൽക്കുന്നത് കണ്ടു. പുറ്റിൽ നിന്നും ഒരു സർപ്പം പതുക്കെ പുറത്തു വന്ന് പശുവിൻ്റെ കാലുകളിൽ ചുറ്റിക്കിടന്നുകൊണ്ട് പാല് കുടിക്കുന്നു. ഇതെന്തൊരത്ഭുതം! പക്ഷേ അയാൾക്ക് അത്ഭുതമൊന്നുമല്ല തോന്നിയത്, ദേഷ്യമാണ് വന്നത്. അയാൾ ഒരു വലിയ ചതുരക്കല്ലെടുത്ത് ആ സർപ്പത്തിനെ എറിഞ്ഞു. അതവിടെ ചത്തു വീണു. രക്തം ഒഴുകുന്നത് കണ്ടപ്പോൾ അയാൾ പേടിച്ചുപോയി. ഗ്രാമത്തിൽ പോയി എല്ലാവരോടും ഈ വിവരം പറഞ്ഞു. പിറ്റേ ദിവസം മുതൽ പശുക്കളുടെ പാല് കുറയാൻ തുടങ്ങി. ഗ്രാമത്തിലെ ഐശ്വര്യവും കുറഞ്ഞു തുടങ്ങി. സർപ്പത്തിന്റെ ശാപമാണെന്ന് തന്നെ ഗ്രാമവാസികൾ വിശ്വസിച്ചു. ദാരിദ്ര്യം കൊണ്ട് ഗ്രാമവാസികൾ വലഞ്ഞു. മാത്രമല്ല, ഗ്രാമത്തിലെ എല്ലായിടത്തും സർപ്പപ്പുറ്റുകൾ ഉണ്ടായി തുടങ്ങി. അവരുടെ ഗ്രാമം പുട്ടവർദ്ധിനി ആയി തീർന്നു. അതായത് പുറ്റുകളുടെ ഗ്രാമം. ആ പുട്ടവർദ്ധിനി എന്ന പേരാണ് പിന്നീട് പുട്ടപ്പർത്തി എന്നായി തീർന്നത്. അറിയാതെ ചെയ്ത പാപത്തിന്റെ ഫലം നമ്മൾ അനുഭവിക്കുന്നല്ലോ എന്ന് ഗ്രാമവാസികൾ സങ്കടപ്പെട്ടു. എന്താണ് നമ്മൾ പ്രായശ്ചിത്തം ചെയ്യുക എന്ന് വിചാരിച്ചുകൊണ്ട് അവർ കുന്നിൻ്റെ മുകളിൽ പോയി ആ കല്ലെടുത്തുകൊണ്ട് വന്നു. അതിൽ രക്തക്കറ ഉണങ്ങിയിരിക്കുന്നത് അവർ കണ്ടു. അവർ അത് ഗോപാലസ്വാമിയാണെന്ന് സങ്കല്പിച്ചുകൊണ്ട് ഒരു ചെറിയ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ച് പൂജകൾ ചെയ്യുവാൻ തുടങ്ങി. അപ്പോൾ അവരുടെ പശുക്കളുടെ ആരോഗ്യം മെച്ചപ്പെടുവാനും പാല് നന്നായി നൽകുവാനും തുടങ്ങി. പതുക്കെ പതുക്കെ ഗോലാപ്പള്ളിയിലെ, ഇപ്പോൾ പുട്ടപ്പർത്തി എന്നറിയപ്പെടുന്ന ഗോലാപ്പള്ളിയിലെ ദാരിദ്ര്യമൊക്കെ മാറി. വളരെ നാളുകൾക്ക് ശേഷം ഭഗവാൻ ശ്രീ സത്യസായി ബാബ ഗ്രാമവാസികളോട് ആ കല്ലൊന്ന് നന്നായി കഴുകി അഭിഷേകം ചെയ്ത് ചന്ദനം ചാർത്തി നോക്കൂ എന്ന് പറഞ്ഞു. അപ്പോഴെന്താണ് ഉണ്ടായത്? ബാലഗോപാല സ്വാമിയുടെ മനോഹരമായ രൂപം അവർക്കതിൽ കാണുവാൻ കഴിഞ്ഞു. ആ ഗോപാലസ്വാമി ക്ഷേത്രമാണ് ഇന്നും പുട്ടപ്പർത്തിയിലെ ബാലഗോപാലസ്വാമി ക്ഷേത്രമായിട്ട് നിലകൊള്ളുന്നത്.
ശ്രീരാമന്റെ ജനനം കൊണ്ട് അയോധ്യയും ശ്രീകൃഷ്ണന്റെ ജനനം കൊണ്ട് വൃന്ദാവനവും എങ്ങനെയാണോ പുണ്യസ്ഥലമായി തീർന്നത്, അതുപോലെ സത്യസായി ബാബയുടെ ജനനം കൊണ്ട് പുട്ടപ്പർത്തി ഇന്ന് ലോകത്തിന്റെ ആത്മീയ കേന്ദ്രമായി മാറിയിരിക്കുന്നു. ജയ സായിരാം.